ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റ് സഹോദരന്മാരെ നമസ്കാരം. ഇത് കേൾക്കുമ്പോൾ വർഗീയവാദി എന്ന് വിളിക്കരുത്. പക്ഷേ ചില തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത് നല്ലതാണ്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റിന് ജാതിയും മതവും ഇല്ലെന്ന്. ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാവപ്പെട്ടവന്റെ പാർട്ടിയാണെന്ന്. അതിനാൽ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകില്ല, ദേവീദേവന്മാരെ ആരാധിക്കില്ല എന്നും ആരാണ് ഈ പറയുന്ന ഞങ്ങൾ? നിങ്ങൾക്ക് കാട്ടിത്തരാൻ പറ്റുമോ? പാർട്ടിക്ക് വേണ്ടി 5 നേരത്തെ നിസ്കാരമോ ഹജ്ജോ കുട്ടികളുടെ മദ്രസയോ മുടക്കുന്ന ഏതെങ്കിലും ഒരു മുസൽമാനെ, അല്ലെങ്കിൽ കുർബാനയും മാമോദിസയും പള്ളിയിൽ പോക്കും മലയാറ്റൂരും കുട്ടികളുടെ സൺഡേ ക്ലാസ്സും ഒഴിവാക്കിയ ഒരു ക്രിസ്ത്യാനിയെ? ഇല്ല സഖാവെ, ആരുമില്ല. അവിടെ നീ ഒറ്റയ്ക്കാണ്. നിങ്ങൾക്ക് കൂട്ടായി കുറച്ചു പേർ, അതും മതേതരത്വ വരട്ടുവാദം ഭാഷനായി കരുതുന്ന കുറെ ഹൈന്ദവ വിട്ടി സഖാക്കൾ മാത്രം. ഹിന്ദുവായി ജനിച്ചിട്ടും ആ സംസ്കാരത്തെ തള്ളിപ്പറഞ്ഞവർ. 27 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും അരയിലൊരു ചരട് കെട്ടി ഈശ്വരനെ സാക്ഷിയായി പേര് വിളിച്ചതും മറന്നവർ. ചോറൂണും തേനും വായുമ്പും നാവിൽ വെച്ച് എഴുതിയ ക്ഷേത്രവും ഹരിശ്രീ ഗണപതായ നമ എന്ന് കുറിച്ച് ക്ഷേത്രത്തിലെ മൺതരികളെ പോലും മറന്നവർ. അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ ബലിയർപ്പിച്ച ആചാരവും മറന്നവർ. നിന്റെ പാർട്ടിയിലെ മറ്റുള്ളവർക്ക് അവരുടെ മതത്തെ ഗാഠമായി വിശ്വാസമാണെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് നിന്റെ സംസ്കാരത്തെ വിശ്വസിച്ചുകൂടാ? എന്തിന് നീ മാത്രം നിന്റെ വിശ്വാസങ്ങളെ തള്ളി പറയുന്നു? എന്തുകൊണ്ട്? ആർക്കു വേണ്ടി? ആരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി? വിശ്വസിക്കാതിരിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ഹിന്ദു സംസ്കാരം നിന്നോട് ചെയ്തത്? കമ്മ്യൂണിസ്റ്റായ മുസൽമാൻ അള്ളാഹു അക്ബർ എന്നും കമ്മ്യൂണിസ്റ്റായ ക്രിസ്ത്യാനികൾ ഈശോ മിശിഹായ എന്നും ഉച്ചത്തിൽ വിളിക്കുമ്പോഴും അവർ അവരുടെ പുതുതലമുറയ്ക്ക് അവരുടെ ആചാരങ്ങൾ കൈമാറുമ്പോഴും വിഡ്ഢിയായി നീ, അല്ലെങ്കിൽ വിഡ്ഢിയാക്കപ്പെട്ട നീ, സ്വന്തം വിശ്വാസങ്ങളെയും ആചാരങ്ങളുടെയും വിലയും ശാസ്ത്രീയതയും മനസ്സിലാക്കാതെ നിന്റെ തന്നെ വരും തലമുറയെ അപ്പാടെ വിഴുങ്ങാൻ തയ്യാറെടുക്കുന്ന വർഗീയ ഫാസിസത്തിന് സർവ്വ സൗകര്യം ചെയ്തു കൊടുക്കുന്ന തീവ്രവാദ രാഷ്ട്രീയം കളിച്ചു നടക്കുന്നു. നിന്റെ പാർട്ടി കേരളത്തിൽ പുതിയ നേതാക്കന്മാരെ തീരുമാനിക്കുമ്പോൾ നിസ്കാരശീലം നോക്കുന്നത് കാണുന്നില്ലേ? നീ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തികളിലും നിന്റെ മതത്തിനെതിരെയുള്ള ബോധപൂർവ ശ്രമങ്ങളെ എന്തുകൊണ്ട് നീ കാണുന്നില്ല? ലോകത്തിന് വെളിച്ചം പകർന്ന ഈ മതത്തെ ലോകം പഠിച്ചു വാഴ്ത്തുമ്പോൾ നീ അതിനെതിരെ കെട്ടിച്ചമച്ച പഴയ ദുരാരോപണങ്ങൾ പേറി നടക്കുകയാണോ? നീ മനസ്സിലാക്കിയതിലെല്ലാം ചില രഹസ്യ അജണ്ടയുണ്ട്. അതിനുദാഹരണങ്ങൾ നിരവധിയാണ്. ഇനി നീ എന്നെ വർഗീയവാദി എന്ന് വിളിച്ചാലും ഞാൻ ആ വിളി കേൾക്കും. കാരണം ഇതിൽ ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.